ഹലോ, ഈഡൻ ബംഗ്ലാവ് സ്പീക്കിംഗ് ദേർ. ആന്റപ്പനാ സാർ? ഇല്ല, മാഡം കാറുമായി എയർപോർട്ടിലോട്ട് വന്നിട്ടുണ്ട്. കുട്ടികൾ മാഗി മിസ്സിന്റെ ക്ലാസ്സിലാ. ടോണി സാർ രാവിലെ എത്തി, നല്ല ഉറക്കത്തിലാ. ഓ, പറഞ്ഞേക്കാം. ഓക്കെ ഓക്കെ സാർ, ഓക്കെ സാർ. A for apple, B for book, C for cat, D for dog, E for elephant. Annie, are you listen to me? Yes, mama. No. എന്താ നിനക്ക് പറ്റിയത്? മാഗി മിസ്സേ ഇന്നത്തെ ക്ലാസ് ഒക്കെ നിർത്തിക്കോ. ഹാരി സാറ് ഫോറിൻ ട്രിപ്പ് കഴിഞ്ഞ് ഇപ്പഴിങ്ങെത്തും. റിയലി? ഇപ്പൊ എന്നോട് വിളിച്ചു വച്ചിട്ടേ ഉള്ളൂ. അപ്പൊ ഇന്ന് എല്ലാവർക്കും ചോക്ലേറ്റ്സും നിറയെ ഗിഫ്റ്റും ഒക്കെ കിട്ടും. ഡു വൺ തിങ്, ഇന്നത്തെ ക്ലാസ് ഇത് മതി. രണ്ടുപേരും പോയി കളിച്ചോളൂ. ചെല്ലു മോളെ. പോ, മാഗി മിസ് അങ്ങനെ ഇങ്ങനൊന്നും കളിക്കാൻ വിടൂല. അനുവദിച്ചാൽ അപ്പ കളിച്ചോണം. ആന്റപ്പാ, എയർപോർട്ടിൽ പോയി സാറിനെയും കൂട്ടി മേഡം എപ്പോഴാ വരുന്നത്? ലഞ്ച് ടൈമിനെത്തും. ഒരു കാര്യം ചെയ്, ലഞ്ചിന് ഞാനും സഹായിക്കാം. ഓ നോ 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 നോ. ഹാരി സാറിനുള്ള ലഞ്ച് ആന്റപ്പന്റെ സൂപ്പർവിഷനിൽ ഉണ്ടാക്കിയാലേ ശരിയാവത്തുള്ളൂ. അപ്പോഴേക്ക് മാഗി മിസ് ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് നിൽക്ക്. സാറിന് നമുക്കൊരു വാം വെൽക്കം കൊടുക്കാം. ഓക്കെ ഓക്കെ. ഗുഡ് മോർണിംഗ് മാഗി. സാറിന്റെ ഇവിടെ? മാഗി പേടിച്ചു പോയല്ലേ? വെറുതെ വന്നതാ. അവിടെ ഇരുന്നപ്പം മാഗി ഒന്ന് കാണണമെന്ന് തോന്നി. വെറുതെ ഒരു കൊതി. എന്താ, എനിക്കിങ്ങനെ കണ്ടൂടെ? ബട്ട് സാർ, ഞാനിവിടെ. പ്ലീസ്, ഞാനൊന്ന് ഡ്രസ് ചേഞ്ച് ചെയ്തോട്ടെ? ഓയേ, ചെയ്തോളൂ. സാറൊന്ന് പുറത്തു പോണം. ഓക്കെ. സത്യം പറഞ്ഞ ഇതുപോലൊരു അപ്സരസ് മുന്നിൽ നിൽക്കുമ്പോ എങ്ങനെയാ മാഗി ഞാൻ പോവുക? ഐ കാണ്ട്. സർ പ്ലീസ്, ഞാൻ നിങ്ങൾ കരുതുന്നത് പോലെ. ഞാൻ എന്ത് കരുതിയെന്ന്? നോ, മാഗിയെ കുറിച്ച് ഞാൻ നല്ലതേ കരുതിയിരുന്നു. ഗോഡ് പ്രോമിസ്. സർ പ്ലീസ്, സർ ഞാനൊരു പാവ, എന്നെ ചെയ്യരുത് പ്ലീസ്.
please. ആരും അറിയില്ല മാഗി. മദർ പ്രോമിസ്. കം ഓൺ. No, no, sir. Sir, no. ഗ്ലോറിയോ പെട്ടെന്ന് നോക്ക്, ടോണി സാർ എണീറ്റിട്ടുണ്ട്. മ്യൂസിക് അതിന്റെ ലക്ഷണമാ. അല്ല എന്റെ ചേട്ടാ, ഈ ടോണി സാറിന് എന്താ ജോലി? ഹ, അവർക്കൊക്കെ എന്തിനാ പണി എന്റെ ഗ്ലോറി? ഇട്ടുമൂടാനുള്ള പണം അപ്പനപ്പന്മാരായിട്ട് സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ടോണി സാറും ഇവിടത്തെ സാറും ഒരേ ക്ലാസ്സിൽ പഠിച്ചവരാ. ആഹാ. പിന്നെ അവരുടെ ബിസിനസ് എന്തൊക്കെയാന്നാ വിചാരം? എന്തോ വരുമാനം. ഈ ബിസിനസിനിടയില് ആ പിള്ളേരുടെ കാര്യമാ കഷ്ടം. ഓ, ഒരു കഷ്ടവും ഇല്ല. മാഗി മിസ് ഉള്ളപ്പോ സൂസി മോൾക്ക് അമ്മയെ കണ്ടില്ലേലും ഒരു കുഴപ്പവും ഇല്ല. അതറിയാവുന്നതുകൊണ്ട് ആ സാറും മേഡവും മിസ്സിനെയും ആനിമോളെയും ഇവിടെ തന്നെ താമസിപ്പിച്ചിരിക്കുന്നത്. മാഗി മിസ്സിന്റെ ഹസ്ബൻഡ് ഇല്ലേ? ഉണ്ടെന്നും ഇല്ലെന്നും ഒക്കെ പറയുന്നു. അയാൾ ഏതോ കോവാക്കാരി പെണ്ണിനെ വെച്ച് പൊടിപ്പിച്ചോണ്ടിരിക്കുന്നു ആ കേൾവി. ആ, ഏതായാലും ഇവിടെ താമസിക്കുന്നത് കൊണ്ട് മിസ്സിന് അയാളിൽ നിന്നും രക്ഷയായി. അല്ല എന്റെ ചേട്ടാ, നമ്മുടെ ഈ ടോണി സാർ ആളെങ്ങനെയാ? എങ്ങനെയെന്ന് ചോദിച്ചാ അല്ല, ആള് നല്ലവനാണോന്ന്. വെരി ബെസ്റ്റ് വേസ്റ്റ് മാൻ എന്ന് വെച്ചാ അത്ര നല്ലവനൊന്നും അല്ലെന്ന്. അത്യാവശ്യം വിളവത്തരങ്ങളൊക്കെ ഉണ്ട് കയ്യില്. പിന്നെ ഗ്ലോറിയോ വല്ലാതെ അയാളെ കണ്ണി പെടണ്ട. അതെന്താ? പെട്ടാ പിന്നെ രക്ഷയില്ല. എന്നെ പോലെ അല്ലാന്ന്. ആന്റപ്പൻ ചേട്ടനോട് പറയാതെ ഞാൻ എന്തെങ്കിലും ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? ഐ നോ ഗ്ലോറി, ഐ നോ വെരി വെൽ. ആരാ നിലവിളിച്ചത്? ഇപ്പോഴത്തെ വെസ്റ്റേൺ മ്യൂസിക്കിലെ പാട്ടൊക്കെ നിലവിളി പോലെ അല്ലയോ? ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് മാഡം. വീട്ടു പറഞ്ഞൊക്കെ ഒക്കെ മാഗി മാഡത്തിന്റെ മാഗി മാഡം ഒക്കെ നന്നായി നോക്കണുണ്ട്. നീ ആ സാധനം ഒക്കെ എടുത്ത് ഓ, കീ, കീ. താങ്ക്സ്. ലണ്ടനിൽ നിന്ന് പണ്ടാരോ വന്നപ്പോ ഒരു ഗിഫ്റ്റ് കിട്ടിയതാ. ഇനി പണ്ടാരം അടങ്ങാൻ എനിക്കെന്ത് പണ്ടാരാണോ അവ കൊണ്ടുവന്നിട്ടുണ്ടോ? ആ സൂസി മോളെ മോളെ ഫൈൻ. ആ ഞാൻ ഒരുപാട് ടോയ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. വാ. അങ്ങനെ സൈഡ് പ്ലീസ് മാഡം. ചിക്കൻ കുറച്ചുകൂടെ ഇടട്ടെ സാർ? ഇത് എന്ത് ചിക്കനാടോ? ചിക്കൻ ഷാവാലാസ്. ഷാവാലസാ? ആ, പുതിയൊരു ഐറ്റം ആണ് സാർ. ആയിരിക്കും മനസ്സിലായില്ലേ? ആന്റപ്പന്റെ പുതിയ കണ്ടുപിടുത്തം. ഇത് ആരെങ്കിലും കഴിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണോ? ഉവ്വ സാർ, ഗ്ലോറിയോ കഴിച്ചു. ടെസ്റ്റും ടേസ്റ്റും ഓക്കെ. ഷേളി, നമുക്ക് സൂസനെ ഗുഡ് ഷെപ്പേർഡിൽ അയക്കാം, കൂടെ ആനിയും. വാട്ട്സ് യുവർ ഒപ്പീനിയൻ മാഗി? മാഗി ഇവിടെ ഒന്നല്ലെന്ന് തോന്നുന്നു. ഏയ്, നത്തിങ്. ഒരു തലവേദന പോലെ. സോറി. ഞാനൊന്ന് കിടക്കട്ടെ. ടോണി, നീ എത്ര ദിവസം ഇവിടെ ഉണ്ടാവും? തീരുമാനിച്ചിട്ടില്ല, കുറച്ചു ദിവസം ഉണ്ടാവും. അല്ലെങ്കിലും ടോണിക്ക് എന്താ അവിടെ ഇത്ര പണി? ഇവിടെ ആവുമ്പോ എല്ലാറ്റിനും ഒരു സഹായാവും.
ഗെറ്റ് ഔട്ട് ഫ്രം ഹിയർ. ഏയ് ഞാനതിന് മാഗി എന്തിനാ അലേർട്ടാവുന്നേ? സത്യം പറഞ്ഞ എനിക്ക് നിന്നെ കണ്ട് ഉറങ്ങാൻ പറ്റുന്നില്ല മാഗി. ഞാൻ നിന്നെ മാരി ചെയ്യട്ടെ. ടോണി പ്ലീസ്, ഞാൻ ശബ്ദം ഉണ്ടാക്കും. പുറത്തു പോവാൻ. നീ എങ്ങനെ ശീലാവധി ചമയൊന്നും വേണ്ട, എനിക്കറിയാം നിന്നെ കുറിച്ചൊക്കെ. പ്ലീസ് എന്തായി? മാഗി മാഗി പ്ലീസ്, നീ എന്നോട് സഹകരിക്കണം. ഉപദ്രവിക്കില്ല. മാഗി ഒന്ന് സഹകരിച്ചാൽ മതി. കുറെ നാളായി എന്റെ മനസ്സിലുള്ള ആഗ്രഹം. മാഗി അനുസരിക്കണം പ്ലീസ്. Maggie. 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 ടോണി, ടോണി, അവൾ അനങ്ങുന്നില്ല. അവളുടെ കഥ കഴിഞ്ഞു. എന്റെ കർത്താവേ.
Is this Harrison's house? Yeah, it is. Can I meet Susan? സൂസനെ കാണാൻ പറ്റുമോന്ന്? Come. സൂസൻ മോളെ. Annie? Hi, Susan. How are you? Fine. What a surprise. നീ എങ്ങനെ ഇവിടെ എത്തി? That's all. ചോദിക്കാൻ വിട്ടു. ആനിയുടെ പപ്പയും മമ്മിയും ഒക്കെ? Daddy, she is alone. ഓ ഐ എം സോറി. It's all right. എന്താ ഇനി ആനിയുടെ പരിപാടി? ഞാൻ ഇവിടുത്തെ എഞ്ചിനീയറിംഗ് കോളേജിൽ ജോയിൻ ചെയ്തു. ദാറ്റ്സ് ഗുഡ്. ഓ ഗോഡ്, ഇവിടെയോ? എന്നിട്ടെന്താ നീ എന്നോട് ഇതുവരെ പറയാതിരുന്നത്? ആട്ടെ, ആനി എവിടെ താമസിക്കുന്നത്? ഹോസ്റ്റൽ ട്രൈ ചെയ്യണം. Why don't you stay here? ഏയ്, അത് ശരിയാവില്ല. Why not? നീ കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊരു കൂട്ടാവും. എന്നാലും ഒരെന്നാലും ഇല്ല. ഡാഡി, 1 minute. ഡാഡി, അവൾ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഇവിടെ തന്നെ താമസിച്ചോട്ടെ പ്ലീസ്. ഓക്കെ, എന്നാലും ഒന്നും പറയണ്ട. കോളേജിൽ പഠിക്കുമ്പോ 4 കൊല്ലം ഞങ്ങള് റൂംമേറ്റ്സായി കഴിഞ്ഞതല്ലേ. അവൾ ഇവിടെ തന്നെ താമസിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. ഡാഡിക്ക് സമ്മതമല്ലേ? പ്രോമിസ് തന്നതാണ് നമ്മൾ ഒരു ദിവസം വീണ്ടും ഇവിടെ വരുമെന്ന്. വന്നു. പക്ഷെ ആരും എന്നെ തിരിച്ചറിഞ്ഞിട്ടില്ല. എന്നെ കാണുമ്പോൾ അവൾക്ക് പഴയ കൂട്ടുകാരി ആനിയെ ഓർമ്മ വരുന്നെന്ന്. പഴയതെല്ലാം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണല്ലോ നമ്മൾ വന്നത്. യു സ്ലീപ് ക്വയറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ് മാർഗരറ്റ്. മോർണിംഗ്. എന്താ വേണ്ടത്? ടീ ഓർ കോഫി? നോ, ഐ വാണ്ട് ജ്യൂസ്. ഇത്ര രാവിലെ ജ്യൂസോ? സൂസി മോൾക്കും ഉണ്ട് ഇതേ സൂക്കേട്. മോൾക്ക് ഇഷ്ടം ആപ്പിൾ ജ്യൂസാ. ആപ്പിൾ ഉണ്ടാവോ? ഓ യെസ്. എങ്കിൽ ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം. ആപ്പിൾ ദാ ഇവിടെ ഉണ്ട്. ഇതാ മിക്സി. ഷുഗർ ഈസ് ദെയർ. താങ്ക് യു. ഓക്കെ.
ബ്യൂട്ടിഫുൾ. ആരാ തന്നുവിട്ടത്? നിനക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ ഞാൻ ഉണ്ടാക്കി. ഓ, താങ്ക് യു. ആരാ ഇത്? എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ, ഡെനിസ്. ഫ്രണ്ട് എന്ന് പറയുമ്പോ വേറെന്തെങ്കിലും? യാ, ഞാൻ മാരേജ് ചെയ്യാൻ പോകുന്ന ആളാ. ആർക്കും അറിയില്ല. അറിഞ്ഞാലും ഡാഡി സമ്മതിക്കില്ല. ഡു മീ ഫേവർ പ്ലീസ്. നീ എന്റെ കൂടെ നിൽക്കുവോ? ഷുവർ. ഡെനിസ് ആളെങ്ങനെ? നൈസ് ഗൈ. പക്ഷേ ചില കാര്യങ്ങളിൽ ഇത്തിരി ധൃതി കൂടുതലുണ്ട്. നിനക്ക് താല്പര്യമില്ലേ? ഓക്കെ, കല്യാണം കഴിഞ്ഞിട്ട് മതിയെന്നാ എന്റെ തീരുമാനം. അതിരിക്കട്ടെ. നിന്റെ ഒരു അങ്കിളില്ലേ, ടോണി അങ്കിൾ? പുള്ളി ഇപ്പൊ എവിടെയുണ്ട്? സിറ്റിയില് ബിസിനസ്സാ. എന്തേ ചോദിക്കാൻ? ഒന്നുമില്ല.
ലെറ്റേഴ്സും ഒരാൾ തന്നെ അയച്ചത്. യെസ്, ജെന്നിസ് ആവണം. ഡെന്നീസിന്റെ ഡാഡിയും മമ്മിയും വരാറുണ്ടോ? നോ, ഞാൻ അവരെ കാണാൻ അങ്ങോട്ട് പോകും. എനിവേ ഉടനെ തന്നെ എനിക്ക് അവരൊന്ന് കാണേണ്ടി വരും. ഓക്കെ, യു ക്യാരി ഓൺ. ഇവളുടെ ഫ്രണ്ട്സ് എല്ലാം എന്തെത്തും. ഡെന്നീസിന്റെ ബർത്ത്ഡേ ഇന്നിവിടെ ശരിക്കും ആഘോഷിക്കാനുള്ള ത്രില്ലിലാ ഇവള്. താങ്ക് യു. ഡാഡി ജോയിൻ ചെയ്യുന്നില്ലേ? നോ താങ്ക്സ്. എനിക്ക് താമസം ഉറങ്ങിയാൽ പ്രശ്നമാവും. മാത്രമല്ല കമ്പനി തരാൻ ആനയുണ്ടല്ലോ. ഓക്കെ, ഗുഡ് നൈറ്റ് എവരിബഡി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ആനി, come here. Come on. നോ താങ്ക്സ്. സൂസന്റെ ഫ്രണ്ട് ആകെ ഷൈയാണെന്ന് തോന്നുന്നു. അവൾ അങ്ങനെയാ, എപ്പോഴും മാറി നിൽക്കും. ബട്ട് ഷീ ഈസ് ഗ്രേറ്റ്. ആദ്യമൊക്കെ എല്ലാരും പാവങ്ങൾ തന്നെയാ. കാര്യത്തോടെ എടുക്കുമ്പോഴറിയാം കനിതരം. ജോസ്, give me cigarette. ഏയ് ഡെന്നിസ്, നീ എനിക്ക് പ്രോമിസ് ചെയ്തു തന്നതാ ഒരിക്കലും സിഗരറ്റ് ഉപയോഗിക്കില്ലെന്ന്. ഓ സോറി. ഏയ് സൂസൻ, എന്താ ഇത്? പ്ലീസ്. ഞാൻ എന്റെ കാര്യം പറഞ്ഞതല്ലേ, ആഫ്റ്റർ മാരേജ് അത് മതി. സോറി. ഏയ് പിണങ്ങിയോ? സാരല്ല, ഡെന്നിസ് കിടന്നോളൂ. ഗുഡ് നൈറ്റ്. ആനി എന്താ ഈ നേരത്ത്? ഉറക്കം വന്നില്ല. പിന്നെ ഡെന്നിസിനെ വെറുതെ ഒന്ന് കാണുമെന്ന് തോന്നി. അപ്പൊ സൂസൻ? നോ, അവൾ എന്നെ കണ്ടിട്ടില്ല. ഡെന്നിസിന് ടെൻഷനാണല്ലേ? അത് ഞാനാകെ. എനിക്കറിയാം, ഒരു പുരുഷന് ഒരു സ്ത്രീയോട് ഒരിഷ്ടം തോന്നിയ അത് നിഷേധിക്കുമ്പോഴുള്ള ഫീലിങ്സ് ഐ നോ. സൂസൻ അങ്ങനെയാ, കാര്യത്തോടടുക്കുമ്പോ സെൽഫിഷ് മൈൻഡാ.
ആനി ആനി വാട്ട് ഹാപ്പൻ യു ആനി 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 വാതിൽ തുറക്ക് ആനി ഗുഡ് മോർണിംഗ് നീ നല്ല ഉറക്കായിരുന്നു തോന്നുന്നു യെസ് യെസ് Susan, what happened to you? എന്താടാ എന്ത് പറ്റി? എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. നീ ഫ്രഷ് ആയിട്ട് വാ. എന്നിട്ട് നീ ഡെന്നിസിനോട് എന്ത് പറഞ്ഞു? പറ്റില്ല എന്ന്. അത് നന്നായി. അല്ലെങ്കിൽ ഡെന്നിസിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ പുരുഷന്മാരും ഇങ്ങനെയാ. റൊമാൻസ്, ഡിവൈൻ ലവ് എന്നൊക്കെ പറഞ്ഞ് അവസാനം എത്തുന്നത് അതിലായിരിക്കും. ഞാനതവനോട് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാ ആനി, എന്നിൽ നിന്ന് അതൊന്നും പ്രതീക്ഷിക്കരുതെന്ന്. എന്നിട്ടും അവൻ എന്നോട് ഡോൺ ബി സില്ലി. അവൻ അങ്ങനെ ശ്രമിച്ചു എന്ന് വെച്ച് നിനക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ, ഉണ്ടോ? അപ്പൊ ജെന്നിസിന്റെ കാര്യം വിട്. അവന്റെ എയിം എന്തായിരുന്നു എന്ന് മനസ്സിലായി കാണുമല്ലോ. മാക്സിമം അവനുമായി കാണാനുള്ള സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്യാം. അപ്പോ അവൻ നിന്റെ ഉള്ളിലെ യഥാർത്ഥ സ്നേഹം മനസ്സിലാക്കി തുടങ്ങും. അതുവരെ ഞാൻ പറഞ്ഞതുപോലെ അവനോടൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാം. എന്താ ബുദ്ധിമുട്ടുണ്ടോ? നോ, ഗുഡ്. എങ്കിൽ ചെല്ലേ. ഡാഡി എങ്ങോട്ടാ? ഫാക്ടറിയിലേക്ക്. ഞാനിവിടെ ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കുന്നു. ഒന്ന് സ്ഥലങ്ങളൊക്കെ കണ്ടാലോ എന്ന് വിചാരിക്കുക. പിന്നെന്താ, വാ. താങ്ക് യു. ആ മാരിമുത്ത് വീണ്ടും വന്നു. അവൻ നമ്മുടെ ഉടുമ്പരെ തല്ലി കൊല്ലുക. അയ്യോ, മുറിവുണ്ടല്ലോ. ഓ, സാരമില്ല. ഇല്ലില്ല, ഞാൻ ബാൻഡേജ് ചെയ്തുതരാം. ഒരു കുഴപ്പമില്ലെന്നേ. വാ ഡാഡി. ഞാൻ സൂസനോട് പലപ്പോഴും പ്രോമിസ് ചെയ്തിട്ടും പിന്നെയും തെറ്റിച്ചിട്ടുള്ള കാര്യത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അത് നിനക്ക് വേണ്ടി ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നു. എന്താണ് കാര്യമെന്ന് നിനക്കറിയാമല്ലോ. നീ പറഞ്ഞതുപോലെ ഒരു ഡ്രഗ് അഡിക്റ്റായി മറ്റുള്ളവരെന്നെ കാണുന്നത് മഹാബോർ തന്നെയാണ്. അതുകൊണ്ട് ഡ്രഗിൽ നിന്നും നിനക്ക് വേണ്ടി അകന്നു നിൽക്കാൻ ഞാൻ തീരുമാനിച്ചു. അപ്പോ ഡെന്നീസ് ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു. ആനി, ആനി,
ആനി, എനിക്കൊരു മാച്ചിന് വേണ്ടി പ്രാക്ടീസ് ഉണ്ട്. നീ വരുന്നോ? നോ, താൻ പോയിട്ട് വാ. നിനക്കല്ലെങ്കിലും ഇതിലൊന്നും ഒരു താല്പര്യമില്ല അല്ലേ? ഞാൻ ഈവനിങ്ങിലെ വരൂ. ഓക്കെ ഓക്കെ. ഹലോ, ഹായ് ഡിനേസ്. ഇല്ല, സൂസൻ ഗ്രൗണ്ടിൽ പോയി. യുവർ ടൈം ഈസ് മൈ ടൈം. നോ, ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട്. നമുക്ക് അവിടെ വെച്ച് കാണാം. Thank you, dear. നീ ഇവിടെ ഇരിക്കെ, ഞങ്ങൾ ഒരു റൗണ്ട് കൂടി നോക്കട്ടെ. ഓക്കെ ഓക്കെ. സൂസൻ, സൂസൻ, എന്ത് പറ്റി? സൂസൻ, സൂസൻ, എന്നൊക്കെ സൂസൻ. സൂസൻ, എന്താ ഉണ്ടായേ? എന്ത് പറ്റി? നത്തിങ് ടു വറി. റീത്ത, റീത്ത വരണമെന്നില്ല. ഡെന്നീസ് വന്നല്ലോ. ഓക്കെ, കമോൺ. എന്താ ഇനി സംഭവിച്ചത്? സൂസൻ ഇടയ്ക്കൊരു ജ്യൂസ് കഴിച്ചു. ജ്യൂസിൽ റീത്തയുടെ വക വിസ്കിയും. പക്ഷേ സൂസൻ ഇതൊക്കെ അലർജി ആണല്ലോ, പിന്നെങ്ങനെ? ഞാനും അങ്ങനെ കരുതിയത്. റീത്ത പറഞ്ഞറിഞ്ഞത്. കുറെ നാളായി ഇത് തുടങ്ങിയിട്ട്. ഓ മൈ ഗോഡ്. നമുക്കൊരു ഡോക്ടറെ വിളിച്ചാലോ? നോ, കിക്ക് ഇറങ്ങുമ്പോ ഒക്കെ ശരിയാവും. അതുവരെ ശരിക്കൊന്നും ഉറങ്ങട്ടെ. ഏതായാലും സൂസന്റെ ഡാഡി ഇവിടെ ഇല്ലാതിരുന്നത് ഭാഗ്യം. ഡാഡി ഒരിക്കലും ഇതറിയരുത്. ചോദിച്ചാൽ തന്നെ എന്തെങ്കിലും ഒരു നുണ പറഞ്ഞാൽ മതി. ശരി. എങ്കിൽ ഞാൻ പോട്ടെ. ഡെന്നീസിന് ശരിക്കും വിഷമമുണ്ടല്ലേ? സൂസൻ ഇങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ടായിരുന്നെന്ന് എനിക്കറിയില്ലായിരുന്നു. ആനി, പറ്റുമെങ്കിൽ അവളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഞാൻ ശ്രമിച്ചതാണ് ഡെന്നീസ്. പക്ഷെ അവള് സത്യത്തിൽ ഇപ്പോ ഡെന്നീസിനെ പോലും വെറുക്കുന്നു. എന്നെയോ? എന്തിന്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഒരുതരം വാശി പോലെയാണ് അവൾ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പലതും നമ്മളോട് അവൾ ഒളിക്കുന്നു. എന്നിട്ട് ആനി ഇതൊക്കെ എന്തുകൊണ്ട് എന്നോട് നേരത്തെ പറഞ്ഞില്ല? പറഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുമെന്ന് പേടിച്ചാ. പക്ഷെ ഇനി എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഇവൾക്കൊന്ന് ബോധം വന്നോട്ടെ. വേണ്ട, ഡെന്നീസ് പറയുമ്പോ അവൾ അത് വേറെ സെൻസിൽ എടുത്തെന്ന് വരാം. അതുകൊണ്ട് ഞാൻ തന്നെ സാവധാനം അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. അതുവരെ ഒന്ന് റിലാക്സ് ചെയ്യേണ്ട ഡെന്നീസിന്. നോ, വേണ്ട. അന്നൊരു അബദ്ധത്തിൽ സംഭവിച്ചതാ. അതിന് വേണ്ട, പ്ലീസ്. ഡെന്നീസിന് എന്നെ പെട്ടെന്നൊന്നും നിഷേധിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. എസ്പെഷ്യലി ദിസ്. ഇത് ഒരു കാലത്ത് ഡെന്നീസിന്റെ ഡിയർ ഫ്രണ്ട്,
ഈ ഫ്രണ്ടിനെ ഒന്നുകൂടെ അടുത്തറിയണമെന്ന് തോന്നുന്നില്ലേ? ബട്ട് ആനി, ഞാൻ സൂസനോട് പ്രോമിസ് ചെയ്തിരുന്നതാ. എന്നിട്ടതുകൊണ്ട് എന്ത് പ്രയോജനം ഡെന്നീസിന് കിട്ടിയത്? അവൾ വാക്കുമാറിയില്ലേ? എന്നാലും ഉംഹും. ഗുഡ് മോർണിംഗ്. ഓ ഗോഡ്, എനിക്ക് ഇന്നലെ എന്താ പറ്റിയത്? തന്റെ ഫ്രണ്ട് റീത്ത പറ്റിച്ച പണിയാ. അവൾ എന്ത് ചെയ്തു? താൻ അറിയാതെ ജ്യൂസിൽ വിസ്കി ഒഴിച്ചു. ജീസസ്, എന്നിട്ട് ഞാനത് കുടിച്ചു. നിനക്ക് ഇന്നലെ തീരെ ലെവലിലായിരുന്നു. പിന്നെ ഞാൻ ഡെന്നീസിനെ വിളിച്ചു. ഞാനും ഡെന്നീസും കൂടിയാ നിന്നെ ഇവിടെ എത്തിച്ചത്. എന്നിട്ട് ഡെന്നീസ് എവിടെ? അവൻ അപ്പൊ തന്നെ പോയി. അവൻ എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. ഏയ്, അങ്ങനെയൊന്നുമില്ല. ഡാഡി ഇന്നലെ ലേറ്റായിട്ടാ വന്നത്. അതുകൊണ്ട് ഒന്നും അറിഞ്ഞില്ല. ഓ, എന്റെ ഭാഗ്യം. ഡാഡി എങ്ങാനും അറിഞ്ഞിരുന്നെങ്കിൽ അതോടെ തീർന്നു കഥ. നീ ആദ്യം ഒന്ന് ഫ്രഷ് ആവ്, അപ്പൊ ക്ഷീണമൊക്കെ പോവും. സൂസിമോളെ, ഡാഡി വിളിക്കുന്നു. ഡാഡി ഇനി എന്തെങ്കിലും? നോ, ഒന്നും അറിഞ്ഞിട്ടില്ല. വേറെന്തെങ്കിലും കാര്യത്തിനാവും. നീ ചെല്ലേ. എന്താ ഡാഡി വിളിച്ചത്? എന്തിനാണെന്ന് നിനക്ക് അറിയണമല്ലേ? ഡാഡി ഡാഡി ആരാ നിന്റെ ഡാഡി? അങ്ങനെ ഒരു വിചാരം എന്നെ പറ്റി ഉണ്ടായിരുന്നെങ്കിൽ അവനെ വിളിച്ചോട് നീ ഇങ്ങോട്ട് വരില്ലായിരുന്നു. ഡാഡി ആരെ പറ്റിയാ പറയുന്നത്? അവനെ പറ്റി തന്നെ. ഡെന്നിസ്. ഡെന്നിസ് എന്ത് ചെയ്തു എന്നാ? ഒന്നും നിനക്കറിയില്ല അല്ലേ? അവൻ വന്നോട്ടെ, വന്നു പോയിക്കോട്ടെ, അതിനെനിക്ക് പരാതിയില്ല. എന്താ ഇത്? What is this? ഇത് ഡ്രഗ്, നല്ല സ്ട്രോങ് ഡ്രഗ്. നോ, ഡെന്നിസ് ഇനി ഇത് ഉപയോഗിക്കില്ലെന്ന് വാക്ക് തന്നതാ. ഓ, അപ്പൊ അവനിത് ഉപയോഗിച്ചിരുന്നു. ഈ ബോട്ടിൽ കിട്ടിയത് അവന്റെ പോക്കറ്റിൽ നിന്നാ? ഇല്ല ഡാഡി, അങ്ങനെ ഒരിക്കലും. Shut your bloody mouth. എനിക്കറിയാം ഇനി എന്ത് ചെയ്യണമെന്ന്. ഇനി നിന്നെ കാണാൻ അവനോട് വരാൻ പാടില്ല, കേട്ടല്ലോ? കരച്ചിലും പിടിച്ചിലൊന്നും ഞാൻ വിടില്ല. ഒരു ഡ്രഗ് അഡിക്റ്റിന് ഞാൻ എന്റെ മോളെ കൊടുക്കില്ല. നന്നായി കരയും. എന്നാലേ എന്റെ മമ്മ ഈ മണ്ണിലൊരുക്കിയ കണ്ണീരിന് പകരമാവൂ. ഇനിയുമുണ്ട് ഒരുപാട് പേരുടെ കരയാൻ. എല്ലാറ്റിനും ഒടുവിൽ എനിക്കൊന്ന് ചിരിക്കണം. എല്ലാം മറന്ന് ചിരിക്കണം. ഹലോ സൂസി മോളെ. ആ, ഇത് ടോണി അങ്കിളാ. ഹായ് ടോണി അങ്കിൾ, ഹൗ ആർ യു? ഫൈൻ മോളെ. പിന്നെ ഞാൻ നാളെ അവിടെ എത്തും. ഇന്ന് രാത്രി തന്നെ പുറപ്പെടും. ആ, മിക്കവാറും നാളെ വെളുപ്പിന് തന്നെ. ഓക്കെ, സീ യു. ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. ടോണി അങ്കിൾ, 15 വർഷമായി ഞാൻ കാണാൻ കാത്തിരിക്കുന്ന ആൾ നാളെ ഇവിടെ എത്തും.
മോളെ അങ്കിളുടെ യാത്രയൊക്കെ സുഖമായിരുന്നോ? ഫൈൻ മോളെ. ഡാഡി എവിടെ? ഡാഡി രാവിലെ തന്നെ അക്കൗണ്ട്സിന്റെ ലോകത്താ. അങ്കിൾ വാ. മാർഗ്രറ്റ് ആ വരുന്നു. അങ്കിളുടെ ലഗേജ് ഒക്കെ എടുത്ത് അകത്തേക്ക് വെക്ക്. ഓക്കെ അങ്കിൾ വാ. മതി മതി. എന്തോ ടോണി, നിനക്ക് ഭക്ഷണത്തോടായിരുന്നല്ലോ കമ്പം, ഇപ്പൊ എന്ത് പറ്റി? അതൊക്കെ ഒരു പ്രായത്തിലേ പറ്റുള്ളിയാ. ഇപ്പൊ വയസ്സായില്ലേ. അങ്കിളിനെ കണ്ട അത്ര പ്രായമൊന്നും തോന്നിക്കില്ല. അത് സൂസിമോൾ എനിക്കിട്ടൊന്ന് താങ്ങിയതാണല്ലോ. ആ ആനി എവിടെ? അവൾ എന്തോ തലവേദന എന്ന് പറഞ്ഞ് കിടക്കുക. ആരാ ആനി? അത് സൂസന്റെ ഒരു ഫ്രണ്ട്. നീ കഴിക്ക്. അവൾ ഇവിടെയുള്ള കോളേജിലാണ് പഠിക്കുന്നത്. തൽക്കാലം ഇവിടെ തന്നെ നിൽക്കാൻ ഞാൻ പറഞ്ഞു. ദാറ്റ്സ് ഗുഡ്. ഹായ്, കം ഓൺ. എനിക്കറിയാം, ആനി. സൂസിമോള് പറഞ്ഞു. പ്ലീസ് സിറ്റ്. താങ്ക് യു. ആനിയുടെ വീട്ടിലാരൊക്കെ ഉണ്ട്? നോ, ഐ ആം ആൻ ഓർഫൻ. ഓ, ഐ ആം സോറി. ആ, എന്നെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ ഈ കുടുംബത്തിലൊരു അംഗത്തെ പോലെയാ. പക്ഷേ വല്ലപ്പോഴും ഒക്കെ ഇവിടെ വരാറുള്ളൂ. വന്നാ തന്നെ ഐ നോ, ജീവിതം ആസ്വദിച്ച് തീർക്കാനുള്ളതാണ്. അതാണല്ലോ അങ്കിളിന്റെ തിയറി. കറക്റ്റ്. ആനിക്ക് എങ്ങനെ ഇത് മനസ്സിലായി? ഞാനും അങ്കിളിനെ പോലെ ആയതുകൊണ്ട്. എല്ലാ കാര്യത്തിലും ആനി എന്നെ പോലെയാണോ സംശയമുണ്ട്? ഏത് കാര്യത്തിലൊക്കെ? എക്സ്പെഷ്യലി ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യത്തിൽ. അക്കാര്യത്തിലും ഞാൻ അങ്കിളിനെ പോലെയാ. എന്റെ ഫ്രണ്ട്സ് മിക്കവാറും ജെൻസാ. യു നോ വൈ? ഒരു സ്ത്രീക്ക് പുതുതായി എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ? അങ്കിളിൽ നിന്നും ഞാൻ അതാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ വേണ്ട. എനിക്ക് തന്നെ വേണം. എനിക്കും.
ഇതെന്തൊരു കിടപ്പാ ഇത്? വന്ന് എന്തെങ്കിലും ഒന്ന് കഴിക്കേ. അവിടെ ഡാഡി ഒന്നും കഴിച്ചിട്ടില്ല. എനിക്കൊന്നും വേണ്ട. ഏയ്, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി അതൊക്കെ ഓർത്ത് എനിക്ക് അങ്ങനെ മറക്കാൻ പറ്റില്ല. അനി ഒക്കെ ഉണ്ടായത് ഡെന്നിസിന്റെ അഡിക്ഷൻ കാരണമാ. ഡാഡിയോട് ഞാൻ സംസാരിച്ചു. ഡെന്നിസിനെ ഇവിടെ കയറ്റില്ലെന്നാ ഡാഡിയുടെ നിലപാട്. ആനി, നീ പറ. എനിക്ക് എന്റെ ഡാഡിയെ ധിക്കരിക്കാൻ വയ്യ. ഡെന്നിസ് വന്നാ ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾ തമ്മിൽ കാണാതിരിക്കണം. അപ്പ സാവധാനം എല്ലാം അവസാനിക്കും. നീ പറയുന്നത് എന്തും ഞാൻ ചെയ്യാം. ആകെയുള്ളൊരാശ്വാസം നീ മാത്ര. ആരാ? ഡെന്നിസാ. ഞാൻ പറഞ്ഞോളാം അവനോട്. ആനി, എന്താ ഡെന്നിസ്? സി, എനിക്കൊന്ന് സൂസനെ കാണണം. സൂസൻ സുഖമില്ല. ഇപ്പൊ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്ത് ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയണം. ഞാൻ എന്ത് ചെയ്തിട്ടാ അവളെന്നെ ഒഴിവാക്കുന്നത്? ഡെന്നിസ്, നമുക്കതൊക്കെ പിന്നെ പറയാം. തന്നെ കാണാൻ താല്പര്യമില്ലെന്ന് അവൾ എന്നോട് പറഞ്ഞു. ഞാനത് പറയുന്നു. യു മേ ഗോ നൗ. പക്ഷേ പ്ലീസ്. Coming, uncle. നിന്റെ ഫ്രണ്ടിനെ വിളിക്കുന്നില്ലേ? ഓ, അവൾക്ക് ഔട്ടിങ്ങിലൊന്നും യാതൊരു താല്പര്യമില്ല. എന്താ അങ്കിൾ? ഒന്നുമില്ല. സൂസൻ എവിടെ? അവള് ടോണിയങ്ങളുടെ കൂടെ പുറത്തു പോയി. ഫാക്ടറിയിൽ ചെന്നപ്പോ ആകെ ടെൻഷൻ. ഒന്ന് റിലാക്സ് ചെയ്യാമെന്ന് കരുതി. യു വാണ്ട് ബിയർ? യാ.
അത് ഒരു കൂട്ട് വേണമെന്ന്. അത് എന്താ ആനിക്ക് അങ്ങനെ തോന്നാൻ? ഞാൻ കുറച്ച് ദിവസമായി ശ്രദ്ധിക്കുന്നു, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് ഞാൻ മുൻപിൽ വരുമ്പോ. ശരിയല്ലേ? ആക്ച്വലി ഐ ലൈക്ക് യു. എനിക്കറിയാം, ഏത് ബന്ധമായാലും ആണും പെണ്ണും തമ്മിലുള്ള ബന്ധത്തിന് ഒറ്റ ബേസേ ഉള്ളൂ. പക്ഷേ അത് ഐ ലൈക്ക് ദാറ്റ് ബേസ്. പക്ഷെ ആനി, സൂസൻ ആരുമില്ല, ആരും സംശയിക്കുകയില്ല. ഇവിടെ പോ, ഞാനും നിങ്ങളും മാത്രം. അപ്പോ മാർഗരറ്റ്? അവരെ ഞാൻ ഷോപ്പിങ്ങിന് അയച്ചു. ഇപ്പോഴെങ്ങും വരില്ല. അങ്കിളിനെ എനിക്കൊന്ന് സ്വകാര്യമായി കാണണം. ഓ ഷുവർ. ഇവിടെ വെച്ച് വേണ്ട, നമുക്ക് ഔട്ടിങ്ങിന് പോവാം. ബംഗ്ലാവിലേക്ക് ഒരു മെസ്സേജ് കൊടുത്തേക്ക്, കുറച്ച് ദിവസം ഉണ്ടാവില്ലെന്ന്. കുറച്ച് ദിവസം എന്ന് പറഞ്ഞ 1 വീക്ക്. ഓ താങ്ക്സ്. അപ്പൊ താനോ? ഞാൻ കോളേജിൽ നിന്ന് ഒരു ട്രിപ്പ് പോവാന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് പോവാം. നമുക്ക് ഇവിടെ തന്നെ കൂടിയാലോ? അങ്കിളിന് പേടി തോന്നില്ലേ? പേടിയോ? എന്തിന്? പ്രത്യേകിച്ച് എന്റെ കൂടെ നിന്നെ പോലൊരു പെണ്ണുള്ളപ്പോ എനിക്കെന്തിനാ പേടി? അങ്കിള് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? പല തവണ. എന്താ ചോദിച്ചത്? നത്തിങ്. അങ്കിളിന്റെ വീരകഥകളിൽ ചിലതൊക്കെ കേട്ടിട്ടുണ്ട്. അതൊക്കെ ഒരു കാലം. നീ വാ, കുറച്ചുകൂടി നിൽക്കാം. കഴിഞ്ഞ ആ കാലത്തെ കുറിച്ചൊക്കെ അങ്കിൾ ഓർക്കാറുണ്ടോ? നീ എന്താ കവിത എഴുതാൻ പോവാ? നോ, എനിക്കൊരു കഥ എഴുതണം. ചോദ്യത്തിന് മറുപടി പറ. കഴിഞ്ഞതൊക്കെ ഓർക്കാറുണ്ടോ? ചിലതൊക്കെ. ആ ചിലതിൽ പഴയൊരു മാഗി കടന്നു വരാറുണ്ടോ? മാഗിയോ? അതെ, നിങ്ങൾ മൃഗീയമായി കൊന്ന മാഗി. ഹേയ്, അതൊക്കെ വെറുതെ പറയുന്നല്ലേ. നിനക്കെങ്ങനെ അറിയാം ഇതൊക്കെ? എങ്ങനെ അറിയാമെന്ന്? അന്ന് ആ ദാരുണ മരണത്തിന് സാക്ഷിയായി ഒരു 7 വയസ്സുകാരി പെൺകുട്ടി ഉണ്ടായിരുന്നു. ഇന്ന് അവൾ വളർന്നു വലുതായി. ആരാ നീ? മാഗിയുടെ മകൾ ആനി.
ഓക്കോ, പക്ഷെ അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളതും കൂടി നീ കേൾക്കണം. കേൾക്കണം, അത് കേൾക്കാൻ നിന്നെ ഞാൻ വിടില്ല. നോക്ക് സൂസൻ, എനിക്ക് പറയാനുള്ളത് അതെന്തായാലും നീ കേട്ടേ പറ്റൂ. എന്നിട്ട് നിനക്ക് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം. ഞാൻ എല്ലാം കേൾക്കാം, പക്ഷേ ഇപ്പൊ പറ്റില്ല. പിന്നെ എപ്പോ? നാളെ ഐസ്ക്രീം പാർലറിൽ വെച്ച്. ഓ, ഇറ്റ്സ് യു. യെസ്. എന്താ, എന്നെ തീരെ പ്രതീക്ഷിച്ചില്ലേ? സൂസൻ എവിടെ? ഡെന്നീസിന് പറയാനുള്ളത് സൂസനോട് മാത്രമേ പറയുന്നുണ്ടോ? ഓ, അപ്പോ അവൾക്ക് പകരം വന്നതാണോ നീ? എങ്ങനെ വേണമെങ്കിലും കരുതിക്കോളൂ. ഡെന്നീസിന് ഐസ്ക്രീം വേണോ? ഓ, ഐസ്ക്രീം. നന്നാവുന്നുണ്ട് നിന്റെ അഭിനയം. എനിക്ക് അന്നേ നിന്നെ സംശയം ഉണ്ടായിരുന്നു. ഇതിന്റെ ഇടയിൽ നിന്ന് കളിച്ചിട്ട് എന്ത് കിട്ടാനാ നിനക്ക്? ടെൽ മീ, വാട്ട്സ് യുവർ മോട്ടീവ്? മറുപടി ഒറ്റ വാക്കിലൊന്നും പറഞ്ഞ തീരില്ല. തന്നെയല്ല, അതൊന്നും ഡെന്നീസിന് മനസ്സിലാവണമെന്നില്ല. ഓൾ റൈറ്റ്. എനിക്ക് സൂസനെ ഒന്ന് കാണണം. നോ. കണ്ടേ പറ്റൂ. പറഞ്ഞല്ലോ, അവൾക്ക് നിങ്ങളെ കാണാൻ താല്പര്യമില്ല. നീ താല്പര്യമില്ലാതാക്കി, എന്നെ അവളെ തമ്മിൽ അകറ്റി. ഒക്കെ നിന്റെ ചീപ്പ്. നീ നോക്കിക്കോ, അത്ര പെട്ടെന്നൊന്നും നിന്നെ ഞാൻ വിടില്ല. ഡെന്നീസാ പറയുന്നേ. നീ അവളെ എവിടെ ഒളിപ്പിച്ചു വെച്ചാലും ഞാൻ കണ്ടുപിടിക്കും. ഓക്കെ, ഗോ അഹെഡ്.
ആരുടെയാ കാറ്? അത് ഓ ഡെന്നീസ് വന്നിരുന്നു. ഏ? എന്നിട്ട് അവൻ അകത്തുണ്ടോ? നോ, ഞാൻ അവനെ അകത്ത് കയറാൻ സമ്മതിച്ചില്ല. പിന്നെ അവൻ എവിടെ പോയി? സൂസൻ പുറത്തേക്ക് വരുന്നത് വരെ അവൻ കാത്തു നിന്നു. അവളുടെ മുന്നിൽ അവൻ ഒരുപാട് കരഞ്ഞു പറഞ്ഞു. എന്നിട്ട് അവൻ എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോ എനിക്കും സൂസന് വല്ലാതെ ഫീൽ ചെയ്തു. അവൻ അവളുടെ കാറിൽ കയറി കോഫി ഹൗസിലേക്ക് പോയി. വരൂ. എന്തേത്? കൈവിട്. ആരെങ്കിലും കാണും. നോ, നമ്മളെ കാണാൻ നമ്മൾ മാത്രമേ ഇവിടെ ഉള്ളൂ. Nothing to worry. തുടരെ തന്നെ എല്ലാം നീ കാരണം. എന്റെ സൂസിമോളുടെ മുമ്പിൽ വെച്ച് എനിക്കത് ആലോചിക്കാൻ വയ്യ. ഞാൻ ഇനി എങ്ങനെ അവളുടെ മുഖത്ത് നോക്കും? സൂസനോട് ഞാൻ പറയാം. നീ ഇനി എന്ത് പറയാൻ? നിനക്കെല്ലാം കളിയാണ്, ഒരുതരം ചീപ്ലേ. ഇനി എന്റെ മുമ്പിൽ കാണരുത് നിന്നെ. ഇറങ്ങിക്കോ, ഈ നിമിഷം ഇവിടെ ഇറങ്ങിക്കോ. ഇറങ്ങാം. പക്ഷെ അതിനു മുമ്പ് ചില കാര്യങ്ങൾ എനിക്കറിയണം. നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം വളരെ ശരിയാണ്. എനിക്കെല്ലാം ഒരുതരം പ്ലേ ആണ്. പക്ഷെ അതെല്ലാം വെറുതെ ഒരു തമാശയാണെന്ന് കരുതിയോ മിസ്റ്റർ ഹാരിസൺ? ഇത്രയും കാലം ഞാൻ ഇങ്ങനൊരു മുഹൂർത്തത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ആരാ നീ? പറയാതെ ഓർക്കാനിടയില്ല. അല്ലെങ്കിലും ഓർക്കാനും പറയാനും ഒക്കെയുള്ളത് എനിക്കല്ലേ. നിനക്കെന്ത് പറയാനുണ്ടെന്നാ? 15 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ മമ്മിക്ക് പറയാനുള്ളത് നിങ്ങൾ കേട്ടില്ല. പക്ഷേ ഇന്നീ മകൾക്ക് പറയാനുള്ളത് നിങ്ങൾ കേൾക്കും. കേൾക്കണം. കേൾക്കാതെ ഞാൻ വിടില്ല. ആരാടി നീ? പറയടേ. നിങ്ങളൊക്കെ കൂടി മരണത്തിലേക്ക് പറഞ്ഞു വിട്ട മാഗിയുടെ മകൾ ആനി.
പക്ഷേ ഞാൻ എങ്ങനെ ഇവിടെ എത്തിയെന്ന് നിങ്ങളത് വളരെ വേഗം മറന്നു. പക്ഷേ ഒരു 7 വയസ്സുകാരുടെ മനസ്സിലത് കനൽക്കട്ട പോലെ കടന്നു. ആ തീയുമായിട്ടാ ഞാൻ ഇവിടെ വന്നത്. തന്റെ ഭാര്യ വിധി തട്ടിയെടുത്തു, സാരമില്ല. പക്ഷേ ടോണി എന്ന ആ ഡെവിളിനെ എനിക്ക് കിട്ടി. അവനെ ഈ കൈകൊണ്ട് ഞാൻ കൊന്നു. പിന്നെ ഡെന്നിസ്, പാവം, ബംഗ്ലാവിന്റെ ഒരു മുറിയിൽ വിറങ്ങലിച്ച് കിടക്കുന്ന അവന്റെ ശരീരമുണ്ട്. ഇനി സൂസൻ, പിന്നെ താൻ. യെസ്, തനിക്കിനി രക്ഷപ്പെടാൻ പറ്റില്ല. കാരണം താനിപ്പോ കുടിച്ച മദ്യത്തിൽ ഞാൻ കലർത്തിയ വിഷം തനിക്ക് തന്നിരിക്കുന്ന ആയുസ് കൂടിയാൽ വെറും 10 മിനിറ്റാ. യെസ്, കേട്ടിട്ടില്ലേ? ഒരു യൂണിവേഴ്സൽ ലോ, ഫോർ എവറി ആക്ഷൻ there is an equal and opposite reaction. Sorry. Good luck to you. Dennis. 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 Dennis.